വയനാട് DCC ട്രഷറർ NM വിജയന്റെ മരണത്തിൽ IC ബാലകൃഷ്ണൻ MLA പ്രതി. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തു. DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, KK ഗോപിനാഥൻ, അന്തരിച്ച മുൻ DCC പ്രസിഡന്റ് PV ബാലചന്ദ്രൻ തുടങ്ങിയവരാണ് പ്രതിപട്ടികയിലുള്ളത്. മരണക്കുറിപ്പിൽ കൃത്യമായും NM വിജയന്റെ മരണക്കുറിപ്പിൽ ഇവരുടെയൊക്കെ പേരുണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. M കമൽ വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി. കമൽ, IC ബാലകൃഷ്ണൻ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ വാർത്ത. NM വിജയൻ അദ്ദേഹത്തിന്റെ മരണക്കുറിപ്പിൽ പറഞ്ഞിരുന്ന എല്ലാ ആളുകളെയും പ്രതി ചേർത്തിപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണല്ലോ. എന്തൊക്കെയാണ് അടുത്ത നടപടികൾ? IC ബാലകൃഷ്ണനെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടോ? അഭിലാഷ്, ഈ അറസ്റ്റിന്റെ കാര്യം ഇപ്പോൾ ഒരു വ്യക്തതയില്ല. നമ്മൾ മനസ്സിലാക്കുന്നത് IC ബാലകൃഷ്ണനും ND അപ്പച്ചനും KPCCയുടെ യോഗവുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരത്താണുള്ളത്. ഈ പ്രതിപട്ടികയിൽ ഇപ്പോൾ KK ഗോപിനാഥൻ മാത്രമാണ് വയനാട്ടിലുള്ളത്. PV ബാലചന്ദ്രൻ ഇപ്പോൾ ജീവനോടെ ഇല്ല, അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹം അവസാന കാലത്ത് CPM-ലായിരുന്നു. എന്തായാലും പോലീസ് നിയമ നടപടികളിലേക്ക് കടന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇന്നലെ ഈ കുടുംബത്തിന്റെ പരാതികളൊക്കെ ഏറെക്കുറെ KPCC നേതൃത്വം ഇടപെട്ട് അത് തീർപ്പാക്കിയിരുന്നു, അവരുമായി അനുരഞ്ജനത്തിലെത്തിയിരുന്നു. അതിന് പിന്നാലെ പക്ഷേ പോലീസ് കർശനമായ നിയമ നടപടികളിലേക്ക് കടക്കുകയാണ്. ആദ്യം പോലീസ് പറഞ്ഞിരുന്നത് ഫോറൻസിക് പരിശോധനയൊക്കെ നടത്തി കത്തിന്റെ ആധികാരികത ഉറപ്പിച്ചതിന് ശേഷമായിരിക്കും പ്രതിപട്ടികയിൽ ആളുകളെ ചേർക്കുക എന്നൊക്കെയാണ്. പക്ഷേ അതിനൊന്നും കാത്തു നിൽക്കാതെ പോലീസ് ഇപ്പോൾ ആ ആത്മഹത്യാ കുറിപ്പിന്റെ അല്ലെങ്കിൽ ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ അതിൽ പറഞ്ഞിരിക്കുന്ന ആളുകളെ പ്രതി ചേർത്തിരിക്കുന്നു. ഏറ്റവും പ്രധാനം സുൽത്താൻ ബത്തേരി MLA, മുൻ DCC പ്രസിഡന്റ്, മുതിർന്ന കോൺഗ്രസ് നേതാവ് IC ബാലകൃഷ്ണൻ പ്രതിപട്ടികയിൽ വരുന്നു. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിരിക്കുന്നു. അതോടൊപ്പം നിലവിലെ DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, അദ്ദേഹം ജില്ലയിലെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവാണ്, മുൻപും DCC പ്രസിഡന്റ് ആയിരുന്ന ആളാണ്, അദ്ദേഹവും പ്രതിപട്ടികയിൽ വരുന്നു. ഈ KK ഗോപിനാഥൻ ബത്തേരിയിലെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ നേരിട്ടിട്ടുള്ള വ്യക്തിയാണ്. കാർഷിക വികസന ബാങ്കിന്റെ പ്രസിഡന്റായിരുന്നു. മറ്റു ബാങ്കുകളിലെ നിയമനവുമായി ബന്ധപ്പെട്ടൊക്കെ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ നേരിട്ടിട്ടുള്ള ഒരു വ്യക്തി. അദ്ദേഹം നിലവിൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഷനിലാണ്. മുൻപ് DCCയുടെ ട്രഷറർ ആയിരുന്നു. അദ്ദേഹത്തെ തിരിച്ചെടുക്കാൻ പാർട്ടി നേതാക്കൾ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള വിഷയങ്ങൾ പാർട്ടിക്കുണ്ട്. എന്തായാലും പോലീസ് കർശനമായ നിയമ നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഈ സമയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അഭിലാഷ്, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മൾ ആ NM വിജയന്റെ ആത്മഹത്യാ കുറിപ്പ് വായിച്ചതാണ്. വിതുമ്പലോടെ ആ കത്ത് നമുക്ക് വായിച്ച് പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ. അദ്ദേഹം പറയുന്നത്, ഞാനും എൻ്റെ മകനും പോവുകയാണ്, ഇനി എൻ്റെ ബാക്കിയുള്ള കുടുംബത്തെയെങ്കിലും രക്ഷിക്കണേ എന്ന് പാർട്ടി നേതാക്കളോട്, VD സതീശനോടും K സുധാകരനോടും അപേക്ഷിച്ചുകൊണ്ടാണ് NM വിജയൻ സ്വയം മരണം വരിക്കുന്നത്. മാത്രമല്ല, ആ കത്ത് വായിച്ചിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അതാണ് ഏറ്റവും ഇന്നലെ ഇപ്പോൾ തിരുവഞ്ചൂരിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അവിടെ എത്തുമ്പോൾ പോലീസ് കേസിനപ്പുറത്തേക്ക് പാർട്ടിയിൽ ഇതൊരു പ്രശ്നമാകാതെ പരിഹരിക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെത്രമാത്രം വിജയകരമാകുമെന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും കുടുംബത്തെ സമാധാനിപ്പിച്ച് നിൽക്കാം എന്ന് മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. ആദ്യത്തെ പ്രതികരണങ്ങളെല്ലാം ഇൻസെൻസിറ്റീവ് ആയിരുന്നു. K സുധാകരൻ പറയുന്നു കത്ത് കിട്ടി, ഞാനത് വായിച്ചിട്ടില്ല എന്ന് പറയുന്നു. VD സതീശൻ പറയുന്നതിൽ ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, സഞ്ചയനത്തിന്റെ പിറ്റേന്നാണ് ഈ കുടുംബാംഗങ്ങൾ മകൻ, അവശേഷിക്കുന്ന മകൻ സതീശനെ കാണാൻ പോകുന്നത്. അവർ ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിച്ചു. അതൊന്നും എൻ്റെ അടുത്ത് വിലപ്പോവില്ല എന്ന് സതീശൻ പറയുന്നത് നമ്മൾ കേട്ടു. ഇത് ആത്മഹത്യാക്കുറിപ്പാണോ എന്ന് ആർക്കറിയാമെന്ന് രമേശ് ചെന്നിത്തല പറയുന്നത് കേട്ടു. പക്ഷേ ശക്തമായ ജനരോഷം, ഈ കത്ത് വായിച്ച ആളുകൾ, കോൺഗ്രസ് പ്രവർത്തകരടക്കം അങ്ങേയറ്റം നെഞ്ചുപൊട്ടുന്ന വിഷമം പ്രകടിപ്പിച്ചതോടെ കോൺഗ്രസ് നേതൃത്വം തിരുത്തിയിട്ടുണ്ട്. ഇന്നലെ തിരുവഞ്ചൂരിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അവിടേക്ക് പോയിട്ടുണ്ട്, കുടുംബത്തെ സമാധാനിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. കമൽ, കുടുംബാംഗങ്ങൾ ടെലിവിഷനിൽ നമ്മുടെ ചാനലിനടക്കം വന്ന് പാർട്ടി നേതൃത്വം കാണിച്ച വഞ്ചന കൃത്യമായി പറഞ്ഞിരുന്നു. എന്നാൽ ഇന്നലെ തിരുവഞ്ചൂരടക്കമുള്ള സണ്ണി ജോസഫ് അടക്കമുള്ള നേതാക്കളുടെ സന്ദർശനത്തോടു കൂടി അവർ കാത്തിരിക്കാമെന്ന നിലപാടിലേക്ക് എത്തിയോ? കുടുംബം പൂർണ്ണമായും പാർട്ടിക്ക് ഒപ്പമായി എന്നാണ് ഇന്നലെ അവർ പ്രതികരിച്ചത്. മകനും മരുമകൾ പത്മജയും ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്, ഞങ്ങൾ അച്ഛന്റെ പാർട്ടിക്കൊപ്പമാണ്. അവർ പറഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കുന്നു. സാമ്പത്തിക ബാധ്യതയുടെ വിവരങ്ങൾ പാർട്ടി ചോദിച്ചിട്ടുണ്ട്, അത് അവർ ഏറ്റെടുക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. പൂർണ്ണമായും ഞങ്ങൾ പാർട്ടിയോടൊപ്പം നിൽക്കുന്നു. ഇനി പരസ്യമായൊരു പ്രതികരണത്തിന് ഉടനെ ഇല്ല എന്നുള്ള രീതിയിലാണ് അവർ ഇന്നലെ സംസാരിച്ചത്. എന്താണെങ്കിലും ഇന്നലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അതുപോലെ ജയന്ത്, സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കൾ, TN പ്രതാപൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് അവരെ കാണാൻ പോയത്. ആ അനുരഞ്ജനത്തിൽ അവർ പാർട്ടിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തായാലും ഒരു അനുരഞ്ജനത്തിൽ എത്തിയിരിക്കുന്നു എന്നാണ് ഇന്നലത്തെ അവരുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാവുന്നത്. എന്തായാലും അനുരഞ്ജനത്തിന് കുടുംബാംഗങ്ങൾ എത്തുന്നുണ്ട്. പക്ഷേ കേസാണ് ഈ ആത്മഹത്യാക്കുറിപ്പ്. കാരണം ഈ പാർട്ടിയിൽ അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കിയാലും അഭിലാഷേ, സ്വാഭാവികമായിട്ടും ഇത് തെളിവുകൾ പുറത്തു വരുമ്പോൾ പോലീസിന്റെ വഴി നോക്കും, നിയമത്തിന്റെ വഴിക്ക് പോകും. അത് സ്വാഭാവികമായിട്ടും വയനാട് ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരെ മാത്രമല്ല ബാധിക്കുന്നത്, സംസ്ഥാന വ്യാപകമായി തന്നെ കോൺഗ്രസ് നേതൃത്വം ഇതിന് പല കാര്യങ്ങളിലും മറുപടി പറയേണ്ടി വരും. ഒരു മുതിർന്ന നേതാവ് ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്തും അതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചില്ല എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനമായും ഉയരുന്ന ചോദ്യം. തീർച്ചയായും നമുക്ക് കോൺഗ്രസ് നേതൃത്വത്തിന്റെ VD സതീശന്റെ പ്രതികരണം കൂടി കാണണം. VD സതീശൻ ഈ പുതിയ സാഹചര്യത്തിൽ, അതായത് കേസെടുത്തതിന് ശേഷം എന്താണ് പ്രതികരിച്ചത് എന്ന് കേൾക്കാം.
നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ, പാർട്ടിയുടെ അന്വേഷണം നടത്താം. അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാം. പാർട്ടി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരിയാണോ? പാർട്ടി അന്വേഷണം നടത്തിയിട്ടൊരു ഫൈൻഡിങ് വന്നാൽ അതിനകത്തൊരു തീരുമാനം പാർട്ടി എടുക്കും. പോലീസ് പരാതിയുടെ പുറത്ത് കേസെടുത്തിട്ടുണ്ട്. അത് നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. ഞങ്ങൾ അതിനെതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. FIR രജിസ്റ്റർ ഇതിനെതിരായിട്ടൊന്നും പാർട്ടിക്ക് പരാതി തന്നതിൻ്റെ പുറത്താണ് പാർട്ടി അന്വേഷിക്കുന്നത്. ഇതുപോലത്തെ ഒരു പരാതി കിട്ടിക്കഴിയുമ്പോൾ അത് ഞങ്ങൾ മടക്കി വെച്ചാൽ മതി. ഞാനും KPCC പ്രസിഡന്റും കൂടി ആലോചിച്ചിട്ടാണ് ഞങ്ങളുടെ ഒരു കമ്മീഷൻ വെച്ച് അന്വേഷിക്കുന്നത്. ഞങ്ങൾക്കും വിവരങ്ങൾ കിട്ടുന്നു. യഥാർത്ഥ വിവരങ്ങൾ കിട്ടണമല്ലോ. കൃത്യമായിട്ട് വ്യക്തികളാണ് ചെയ്തതെങ്കിലും പാർട്ടിയുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകളാണ് ചെയ്തതെങ്കിൽ കുടുംബത്തോടൊരു ഉത്തരവാദിത്വമില്ല. കുടുംബം കൊണ്ടുവന്ന് നമ്മുടെ കയ്യിൽ പരാതി തന്ന അതുകൊണ്ടല്ല, അല്ലാതെ നമുക്ക് ഒതുക്കി തീർക്കാൻ പറ്റുന്ന കേസല്ലല്ലോ. ഞങ്ങൾ ഒതുക്കി തീർക്കാനല്ലല്ലോ ശ്രമിക്കുന്നത്. പാർട്ടി അത് ശ്രദ്ധിക്കും. അത് റിപ്പോർട്ട് വരട്ടെ. നമ്മൾ പാർട്ടി അതിനകത്ത് സത്യസന്ധവും നീതിപൂർവമായ നടപടികളെ സ്വീകരിക്കും. ഒരു സംശയം കാര്യത്തിലാണ്.